ഫ്രണ്ട്സ്, അമ്മയുടെ കുപ്പിയിലെ ആട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണേ. മോൻ ഏതായാലും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇതൊരു ബോട്ടിൽ ആർട്ടാണ്. ഇവിടെ കിടന്നൊരു വേസ്റ്റായിട്ട് കിടന്നൊരു ബോട്ടിലാണ്. അത് ഞാനത് കട്ട് ചെയ്ത് താഴത്തെ നല്ലൊരു ഷേപ്പ് ഉള്ളതായതുകൊണ്ട് ഞാനത് അതിനെ ചെറിയൊരു പോട്ട് ഡെക്കറേഷനാക്കി എടുക്കുകയാണ്. അതായത് കണ്ടില്ലേ, ഇതിനെ ഞാൻ താഴത്തെ ഭാഗം കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ബോട്ടിലിൻ്റെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന നല്ല ഭംഗിയുള്ള ബോട്ടിൽസുകളുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ. അത് നമുക്ക് അത് അനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്തും പിന്നെ കളർ ചെയ്തും അതുപോലെ തന്നെ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചും ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പോട്ട്സുകൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് എടുക്കാതെ ഒന്നും നമ്മൾ ഈ പറഞ്ഞ കണക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ എന്തെല്ലാം ഡെക്കറേഷൻ ഐറ്റംസുകളുണ്ടോ അതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ല, അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ഇത് പെർഫെക്ഷൻ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇതെന്ന് വെച്ചാൽ ഇത് ഫാൻസി ലേസാണിത്. പല കളറിലെ ലേസുകൾ കിട്ടും. ഇത് പിങ്ക് കളറിലെ ലേസാണ് യൂസ് ചെയ്യുന്നത്. ആ പിങ്ക് ഒട്ടിച്ചെടുക്കുകയാണ് അത് ഫെവി ബോണ്ട് വെച്ച്. അതുപോലെ നമുക്ക് ഈ OHP ഗ്ലാസ്സിലും ഈ ഗ്ലാസ്സിലും ഒക്കെ ഒട്ടിക്കാനായിട്ട് വേറെ B7000 എന്ന് പറഞ്ഞൊരു ഗമ്മുണ്ട്. അതാണ് ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് കളർ ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ പറ്റണമെങ്കിൽ ആ B7000 നല്ലൊരു ഗമ്മാണ്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒട്ടിച്ച് വെറുതെ ചുറ്റി നല്ല ടൈറ്റായിട്ട് ചുറ്റി വരിഞ്ഞാൽ മതി. അത് അതുപോലെ തന്നെ ഇരിക്കും, അത് ഇളകി പോകത്തതുമില്ല. അഥവാ ഏതെങ്കിലും ത്രെഡ് ഇളവുകയാണെങ്കിൽ അവിടെ ചെറിയ ഫെവി ബോണ്ട് തേച്ചാൽ മാത്രം മതി. വെറുതെ ഇനിയെന്ന് വെച്ചാൽ ഇത് ഗോൾഡൻ കളറിലെ ഫാൻസി ലേസാണ്. ഇത് നമ്മുടെ ബുക്ക് സ്റ്റോളുകളിൽ ചോദിച്ചാൽ മതി, ബുക്ക് സ്റ്റോളുകളിൽ കാണുന്നതാണിത്. നമുക്ക് ഇതുപോലെ വെറുതെ ചുറ്റി ചെറിയ ഫെവി ബോണ്ട് ചെറിയൊരു ലെയറായിട്ട് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചുറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഈ ഒരു 2 കളറാണ് മിങ്കിൾ ചെയ്ത് ചുറ്റി വരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഭംഗി അതിൽ തോന്നിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ ഫ്രോക്കിലൊക്കെ ഫ്രില്ല് യൂസ് ചെയ്യുന്നതാണ് ആ വൈറ്റ്. അത് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളെ കയ്യിലുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം വെച്ച് നമുക്ക് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ എൻ്റെ കയ്യിൽ എന്തെല്ലാം ഇതുപോലെ വേസ്റ്റുകൾ കിട്ടുന്നു അതെല്ലാം ഞാൻ ശേഖരിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഈ വൈറ്റ് ഫ്രില്ല് ഫ്രോക്കിനുള്ള ഫ്രില്ലായിരുന്നു അത് ചേർത്ത് ഇതുപോലെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നി. ഇതിൽ ഫ്ലവർ ഇട്ട് ഫ്ലവർ വേസും ആക്കാം നമുക്കല്ലാതെ വെറുതെ പോട്ട് മാത്രം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നൊരു മോഡലുമാണ്. നല്ല ഭംഗിയിൽ നല്ലതുപോലെ നമുക്കത് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഫാൻസി ലേസ് ചുറ്റിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ഗോൾഡൻ കളറും പിങ്ക് കളറിലെയും ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു സ്റ്റോൺ ചെയിനാണ്, അതിന് വൈറ്റും കിട്ടും, ഇത് യെല്ലോ ചെയിനാണ്. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെറിയ ആ ഒരു ചെയിൻ വെറുതെ ചുറ്റി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു മുത്തും കൂടി ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ട്. ഒരുപാട് നമ്മളിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട, എങ്കിൽ ലളിതമായിട്ടൊരു ഡെക്കറേഷൻ മാത്രമായാലും അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഡെക്കറേഷൻ പറഞ്ഞ് ഒരുപാട് മുത്തുകളൊക്കെ ഇട്ട് നമ്മൾ വല്ലാതെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി വരുത്തുക. അതേപോലത്തെ ഒരു വൈറ്റ് ലേസ് നമ്മൾ താഴെയും എനിക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റി. ഇത് അതിൻ്റെ ഒരു ചെയിനാണ്, യെല്ലോയിഷ് ചെയിനാണ്. അത് താഴെയും മുകളിലും അതുപോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഞാനത് ഒട്ടിച്ചെടുത്തപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു പോട്ടായി കഴിഞ്ഞ്.
ഇതുപോലെ നമുക്ക് ഒരു പോട്ടുകളും അത് പേപ്പർ ഗ്ലാസ്സുകളും ഒന്നും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് തന്നെ നമുക്ക് പേപ്പർ ഗ്ലാസ്സിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി.